വിശാഖപട്ടണം ചാരവൃത്തി കേസിൽ NIA 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഒരു മലയാളി കൂടി ഉൾപ്പെടുന്നുണ്ട്. കാർവാർ നാവിക താവളത്തിനകത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചാരസംഘടനയ്ക്ക് കൈമാറി എന്നുള്ള കാര്യങ്ങളാണ് ആരോപിക്കുന്നത്. പാകിസ്ഥാൻ ഏജന്റായ ഒരു വനിത ഇവരെ ഹണി ട്രാപ്പിൽപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവരിൽ നിന്ന് ചോർത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഏതായാലും കേസുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ 8 പേർ NIAയുടെ കസ്റ്റഡിയിലുണ്ട്. അതിൽ മലയാളികളും ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അജിംസ, NIA പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്തരത്തിൽ പണത്തിന് വേണ്ടി ഇവർ കൈമാറിയിരിക്കുന്നത് എന്നാണ്. എന്തുകൊണ്ട് ഈ വിഷയം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല? പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കേസിൽ കുറേ ഗ്രേ ഏരിയാസ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ കേസ് 1.5-2 വർഷം മുമ്പ് എടുത്തിട്ടുള്ള കേസാണ് വിശാഖപട്ടണത്ത്. അങ്ങനെ കേസെടുക്കുമ്പോൾ തന്നെ അതിൽ കുറേ അധികം ആളുകളെ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട പലരെയും ഇനിയും പിടികൂടിയിട്ടില്ല. അതിനുശേഷം NIA കേസെടുത്തതിന് ശേഷമാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. മുമ്പ് 5 പേരെ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ 3 പേര് കൂടി. അപ്പോൾ ഇവരെല്ലാം ചെറിയ മീനുകളാണ്, ഈ അറസ്റ്റിലായവരൊക്കെ. അതായത് ഈ നേവിയുടെ അനുബന്ധ വിഭാഗങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള അപ്രൻറ്റീസുമാർ, അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. അല്ലാണ്ട് നാവികസേനയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന വിവരങ്ങൾ അറിയാവുന്ന ഉദ്യോഗസ്ഥരും നല്ല അറസ്റ്റിലായിട്ടുള്ള ആളുകൾ, അവർ ട്രെയിനികളായിട്ടുണ്ടായിരുന്നവർ, മറ്റ് ജോലികൾ ചെയ്തിരുന്നവർ, അനുബന്ധ ജോലികൾ ചെയ്യുന്നവർ, അവരൊക്കെയാണ് അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോൾ NIA പറയുന്നത് ഇവർ ഈ കാർവാർ അതുപോലെ കൊച്ചി ഈ 2 നാവിക കേന്ദ്രങ്ങളുടെയും നിർണായക വിവരങ്ങൾ പാകിസ്ഥാൻ ചാരസംഘടന ചോർത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ്. ചോർത്തപ്പെട്ടു, ലീക്ക് ചെയ്യപ്പെട്ടു, അവിടെ ഒരു എസ്പയണേജ് സംഭവിച്ചു, അത് പാകിസ്ഥാൻ ഏജൻസിനാണ് കൈമാറിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ പോലീസിനും NIAക്കും തർക്കമൊന്നുമില്ല. പക്ഷേ അത്തരം വിവരങ്ങൾ ഇവരാണോ കൈമാറിയത്, ഇവർ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു സംശയമുണ്ട്. കാരണം അത്തരം രഹസ്യ വിവരങ്ങൾ അറിയാവുന്ന ആളുകളാണോ ഇവർ, അല്ലെങ്കിൽ ഇവരെ പോലുള്ള ആളുകൾക്ക് ഈ നാവികസേനയുടെ രഹസ്യ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാവുന്നതാണോ? അങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ, കുറേ ഗ്രേ ഏരിയാസ് ഈ കേസിലുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ ചാരപ്രവർത്തനങ്ങളിൽ ഇത്തരം ചാരപ്രവർത്തനം നടത്തുന്നത് നിർണായകമായ വിവരങ്ങൾ അറിയുന്ന ആളുകൾ തന്നെയായിരുന്നു. അറിയുന്ന ആളുകളാണ് അത് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചാരവൃത്തി, ഏറ്റവും കുപ്രസിദ്ധമായ ചാരവൃത്തി എന്ന് പറഞ്ഞാൽ കൂമർ നാരായൺ കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. 1985 നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന PC അലക്സാണ്ടറുടെ സെക്രട്ടറി ആയിരുന്ന ഒരു ഖേർ എന്നു പേരുള്ള ഒരാളായിരുന്നു അത് ചോർത്തി കൊടുത്തത്. പ്രധാനപ്പെട്ട ഡിഫൻസ് അന്ന് ചാരപ്രവർത്തനം നടത്തുന്ന ഇന്ത്യയുടെ എന്താണ് പറയുക, മിലിറ്ററി പർച്ചേസ് ഉണ്ടല്ലോ, അതായത് ആയുധങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രൊക്യൂർമെൻറ്റ് ഡീറ്റെയിൽസാണ് ചോർത്തിയെടുത്തത്. കുമാർ നാരായണൻ എന്ന് പറഞ്ഞാൽ അയാളൊരു ബിസിനസ്സുകാരനാണ്, ലോബിസ്റ്റുമായിരുന്നു. അപ്പോൾ അയാളത് കൈമാറിയത് സോവിയറ്റ് യൂണിയനും ഫ്രാൻസിനുമാണ്. അതിൽ രസകരമായ കാര്യം, ഈ 2 രാജ്യങ്ങളിൽ നിന്നുമാണ് അന്ന് ഇന്ത്യ പ്രധാനമായും സൈനികോപകരണങ്ങൾ, ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്. അവർക്കാണിത് ചോർത്തി കൊടുത്തത്. അപ്പോൾ ഇന്ത്യ പ്രൊക്യൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആയുധങ്ങൾ, വിമാനങ്ങൾ, ടാങ്കറുകൾ, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന വിവരവും, ഏതൊക്കെയാണ് വാങ്ങാൻ പോകുന്നതെന്ന വിവരവും, ഏത് രാജ്യത്തു നിന്നാണ് വാങ്ങുന്നത് ആ രാജ്യങ്ങൾക്ക് തന്നെയാണ് ഇദ്ദേഹം ചോർത്തി കൊടുത്തിരുന്നത്, കുമാർ നാരായണൻ. അത് വലിയ കുപ്രസിദ്ധമായ കേസാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു കേസ് എന്നറിയാം. പിന്നെ നമ്മൾ കാണുന്നത് ISRO ചാരക്കേസാണ്. പക്ഷെ അത് പുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. നമുക്ക് ഏറ്റവും ഓർമ്മയിൽ വരുന്ന മറ്റൊരു ചാരക്കേസ് എന്ന് പറഞ്ഞാൽ 2023 പ്രദീപ് കുരുൾക്കർ എന്ന് പറയുന്ന DRDOയിലെ ഒരു സയൻറ്റിസ്റ്റ്. DRDO എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുധങ്ങൾ ഗവേഷണം ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഏജൻസിയാണ് DRDO. അപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ പേര്. അതിൽ സയൻറ്റിസ്റ്റായിരുന്നു പ്രദീപ് കുരുൾക്കർ. പ്രദീപ് കുരുൾക്കർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പ്രദീപ് കുരുൾക്കറോട് എന്താണ് സറാ ദാസ് ഗുപ്ത എന്ന പേരിലുള്ള ഏതോ ഒരാൾ, സോഫ്റ്റ്വെയർ, ഒരു സ്ത്രീ, താനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞ് ഓൺലൈനിൽ പരിചയപ്പെടുന്നു. ഓബ്സീനായിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു കൊടുക്കുന്നു. ഇദ്ദേഹം അതിൽ വീഴുന്നു. DRDOയുടെ സകല സാധനവും, അതായത് ബ്രഹ്മോസ് ലോഞ്ചർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സാധനങ്ങൾ മുഴുവൻ ഇയാൾക്ക് കൈമാറുന്നു. പോലീസ് ഇത് അന്വേഷിച്ച് കഴിയുമ്പോൾ, അത് അന്വേഷിച്ച ആൻറ്റി ടെററിസ്റ്റ് വിഭാഗമാണ്. അവരന്വേഷിച്ച് കഴിയുമ്പോൾ ഈ സറാ ദാസ് ഗുപ്ത എന്ന് പറയുന്ന ആളുടെ IP അഡ്രസ്സ് പാകിസ്ഥാനിലാണ് എന്ന് കാണുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം മഹാരാഷ്ട്ര അസംബ്ലി ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നു. മഹാരാഷ്ട്ര അസംബ്ലിയിലെ ചർച്ചയിൽ കോൺഗ്രസ് പ്രധാനമായി ഉന്നയിച്ചൊരു കാര്യം, ഈ കേസ് എന്തുകൊണ്ടാണ് ATS അന്വേഷിക്കുന്നത്? ATS എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഒരു അവാന്തര വിഭാഗം മാത്രമാണ്. എന്തുകൊണ്ടാണ് പ്രദീപ് കുരുൾക്കർക്കെതിരെ സെഡീഷൻ ലോ ചാർത്താത്തത്? UAPA പ്രകാരം കേസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇതിൽ UAPA പ്രകാരം കേസുണ്ട്. നമ്മളിപ്പോൾ വിശാഖപട്ടണം സംഭവത്തിൽ UAPA പ്രകാരം കേസുണ്ട്. NIA ആണ് അന്വേഷിക്കുന്നത്.
ഇത് പോലീസ് അന്വേഷിക്കുന്നു. അയാൾക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു, ATS ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു. അയാൾ ഇപ്പോഴും റിമാൻഡിലാണ്. അപ്പോൾ കോൺഗ്രസ് ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഈ പ്രദീപ് കുരൽക്കർക്കെതിരെ UAPA ചാർത്താത്തത്? കാരണം അതിനിർണായകമായ രഹസ്യങ്ങളാണ്. നമ്മൾ തന്നെ വികസിപ്പിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു ഹണി ട്രാപ്പിൽപ്പെട്ട് ഇയാൾ പാകിസ്ഥാൻകാർക്ക് കൈമാറുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് കോൺഗ്രസ് മഹാരാഷ്ട്ര അസംബ്ലി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് UAPA ചാർത്താത്തത് എന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ അസംബ്ലി സ്പീക്കർ പറയുന്നത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്, ഏത് വകുപ്പ് ചേർക്കണം, UAPA ഇടണമോ അതല്ല സെഡീഷൻ ലോ ഇടണമെന്നോ കോടതിയല്ലേ തീരുമാനിക്കും. അങ്ങനെയല്ലല്ലോ ഇന്ത്യയിൽ നടക്കുന്നത്. ഇതിൽ പോലീസാണ് ചാർത്താറുള്ളത്. ഏത് കുറ്റമാണ് ചെയ്തത് എന്ന് പോലീസ് കണ്ടെത്തി, പോലീസാണ് കുറ്റപത്രത്തിൽ ഇന്ന വകുപ്പ് പ്രകാരമാണ് കേസുണ്ടെന്ന് പറയുക, പിന്നെ NIAക്ക് കൈമാറുക, മറ്റ് ഏജൻസികൾ വന്ന് അന്വേഷിക്കുക. ഇതിൽ കോൺഗ്രസ് ചോദിച്ച ഒരു ചോദ്യം, ഇയാൾ RSSകാരനായതുകൊണ്ടാണോ UAPA ചാർത്താത്തതെന്നാണ്. കാരണം ഇദ്ദേഹം RSSൻ്റെ ഗണവേഷത്തിൽ നാഗ്പൂർ RSS ആസ്ഥാനത്ത് പോയി നിൽക്കുന്ന ഫോട്ടോ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ RSS ചെയ്താൽ അത് രാജ്യദ്രോഹമല്ല, അൺലോഫുൾ ആക്ടിവിറ്റീസ് അല്ല എന്ന് വരികയാണോ എന്നാണ് കോൺഗ്രസ് അന്ന് മഹാരാഷ്ട്ര അസംബ്ലി ചോദിച്ച ചോദ്യം. ഇത് പല ഘട്ടങ്ങളിൽ ഈ ചാരപ്രവർത്തനത്തിൻ്റെ കേസുകൾ നമുക്ക് കാണാൻ പറ്റും. പ്രധാനപ്പെട്ട ആളുകൾ ചാരവൃത്തി നടത്തുമ്പോൾ അതിലൊന്നും ഒരു പ്രശ്നമില്ല, അതൊക്കെ നിസ്സാരമായി കളയുന്നു. അതിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ല. പ്രദീപ് കുരൽക്കർ ചോർത്തിയത് നമ്മൾ തന്നെ വികസിപ്പിച്ച പ്രധാനപ്പെട്ട ആയുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ചോർത്തി കൊടുത്തത്. അത് രാജ്യസുരക്ഷയായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആർക്കും ഒരു പ്രശ്നമല്ല പ്രദീപ് കുരൽക്കറുടെ ചാരവൃത്തി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വിശാഖപട്ടണം കേസിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിലേറ്റവും പ്രധാനപ്പെട്ട സംഘം, ഗൗരവമുള്ള സംഭവം എന്ന് വെച്ചാൽ, അതിലെ യഥാർത്ഥ മീനുകൾ പുറത്തു വന്നിട്ടില്ല. വിവരം ചോർന്നു എന്ന വിവരമാണ് പോലീസിന് കിട്ടിയത്. അത് ഇൻ്റലിജൻസ് വഴി കിട്ടുന്നതാണ്. പക്ഷേ അത് ഈ അവിടെ അനുബന്ധ ജോലികൾ ചെയ്യുന്ന ആളുകൾ, ജോലിക്കാരായ ആളുകളാണോ അത് ചെയ്തത്, അതല്ല അതിന് മുകളിൽ നാവികസേനയിൽ തന്നെ ഉന്നതർക്ക് അതിൽ ബന്ധമുണ്ടോ, ആ രീതിയിലേക്ക് ഈ കേസ് അന്വേഷണം ഇതുവരെയും പോയിട്ടില്ല. കേസ് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും. അതാണ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. അതാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്. അതെ നിഷാദ്, ഈ 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട്. ഇപ്പോൾ 8 പേരാണ് നിലവിലിപ്പോൾ പിടിയിലായിട്ടുള്ളത്. ജിംസ് ഇപ്പോൾ പറഞ്ഞതുപോലെ മുകളിലുള്ളവർ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അന്വേഷണം എവിടെയും നടക്കുന്നില്ല എന്ന് വേണ്ടേ കരുതാൻ? അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകൾ നിരന്തരമായി ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിൽ വെക്കുകയും ചില ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും താഴേക്കടയിലുള്ള മനുഷ്യരാണ് ഇതിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് സംശയിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ കേസിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അതിനകത്ത് ഇതിൽ പല ആളുകൾക്കും അപ്പുറത്തു നിന്ന് വിവരങ്ങൾക്ക് പകരമായി പണം കൊടുത്തിരുന്നു എന്ന് ഇവർ കണ്ടെത്തുന്നുണ്ട്. കൊടുത്ത പണമായിട്ട് തുച്ഛമായ പൈസയാണ്. മാസം 10,000 രൂപ 5,000 രൂപയൊക്കെ ഇവർക്ക് പ്രതിഫലമായി കൊടുത്തിരുന്നുള്ളത് ഈ അന്വേഷണ സംഘം പറയുന്നു. അപ്പോൾ 10,000 രൂപയും 5,000 രൂപയൊക്കെ മാസം പ്രതിഫലമായി വാങ്ങി തങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ആളുകൾ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് മാത്രമാണോ ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തുന്നവർ? ഇപ്പോൾ ലോകത്ത് തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തപ്പെടുന്ന ഏറ്റവും ലൂസായിട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് എന്ന് കാണാൻ പറ്റും. ഇന്ത്യയിൽ നമ്മൾ നിരന്തരമായി ഇത്തരം ചാരവൃത്തി കേസുകളുടെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു സീരിയസ് ക്രൈസിസിനെ നേരിടുന്നുവെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഇപ്പം M-Shield 2.0 എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനം കേന്ദ്ര സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ സൈനികരായ ആളുകൾ, പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ശാസ്ത്രജ്ഞർ, ഇവരുടെ എല്ലാം സോഷ്യൽ മീഡിയ ഇടപാടുകൾ, ഡിജിറ്റൽ സ്പേസിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നിരന്തരമായി നിരീക്ഷിക്കാൻ, രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ടോ, ഈ അവരുടെ ഒഫീഷ്യൽ കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്താനും വിവരങ്ങൾ ചോർന്ന് തടയാനും ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ്. ആളുകളുടെ പേഴ്സണൽ സ്പേസിനെ പോലും നിരീക്ഷിക്കുന്ന സംവിധാനം അത് വർക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നതാണ് ഗവൺമെൻറ് പറയുന്നത്. കാരണം ഇന്ത്യയിലെ പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും ചോർന്നു പോവുകയാണ്. ഇപ്പം നാഗ്പൂരിൽ നിന്നുള്ളൊരു യുവാവിൻ്റെ കയ്യിൽ നിന്നാണ് ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോർന്നു പോയത്. യുവാവ് പിടിക്കപ്പെട്ടു. അദ്ദേഹത്തിന് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇപ്പം നേരത്തെ കുരൽക്കറിൻ്റെ കാര്യം പറഞ്ഞു. DRDOയിലെ ശാസ്ത്രജ്ഞൻ, ഞാൻ RSSകാരനാണെന്നും എനിക്ക് RSSുമായും പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ടെന്നും സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ആ വിവരങ്ങൾ പങ്കുവച്ച ആളാണ് അദ്ദേഹം പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തപ്പെട്ടതിന് പിടിക്കപ്പെട്ടു. ഇപ്പോൾ ഇതാ 8-10 പേർ ഓൾറെഡി പിടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ബിഗ് ഷോട്ട്സ് ആരൊക്കെയാണ്, പ്രധാനപ്പെട്ട ആൾക്കാരാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നം സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഇന്ത്യ മറ്റേത് രാജ്യത്തെക്കാളും വിപുലമായ രാജ്യസ്നേഹത്തിൻ്റെ നമ്മുടെ രാജ്യം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, പ്രഖ്യാപിതമായ തൊട്ടടുത്തുള്ള ശത്രുരാജ്യമുണ്ട്, അവർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മളൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന വലിയ രാഷ്ട്രീയ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നൊരു സമയം കൂടിയാണ്. ആ സമയത്തും ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഇന്ത്യയുടെ വിവരങ്ങൾ ചോർത്തി കൊടുക്കാൻ മടിയില്ലാത്ത വിധം കൂടുതൽ ആളുകൾ പിടിക്കപ്പെടുന്നുള്ള സാഹചര്യം ഒട്ടും സില്ലിയ സിറ്റുവേഷൻ അല്ലല്ലോ.
അപ്പോൾ അത് ഇന്ത്യ നേരിടുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഹണി ട്രാപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ട്രാപ്പുകൾ വഴിയോ അല്ലാതെ പണത്തിന് വേണ്ടിയൊക്കെ ആളുകൾ ഇന്ത്യയുടെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട്. അതിലൊരു കാര്യമുള്ളത്, ഈ പിടിക്കപ്പെടുന്ന വാർത്തകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ്. ലോകത്തെ എല്ലാ രാജ്യത്തും ഉണ്ടോ, ലോകത്ത് പല രാജ്യങ്ങളിലും ചാരവൃത്തിയുടെ പേരിൽ ആളുകളെ ആഭ്യന്തരമായി പിടിക്കുന്നുണ്ട്. ഹമാസ് പോലും പിടിക്കുന്നുണ്ട്, അവരുടെ കൂട്ടത്തിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്തരം ചാരവൃത്തി കേസുകൾ ഉണ്ടാകുന്ന അത്ഭുതപ്പെടാനൊന്നുമില്ല, അതുണ്ടാവും, ലോകത്തിലടുത്തുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മളിതിനെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്, മാധ്യമങ്ങൾ എങ്ങനെയാണ് വാർത്തയാവുന്നത്? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എടുക്കുന്ന കേസുകളിൽ ആളുകളുടെ പശ്ചാത്തലവും അവരുടെ മതവും അവരുടെ പ്രദേശവും ഒക്കെ നോക്കിക്കൊണ്ടാണ് ചാർജ് പോലും ഇടുന്നത് എന്ന് കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ RSSകാരനാണെന്ന് സ്വന്തമായിട്ട് സർട്ടിഫൈ ചെയ്ത ഒരാൾ ഇത്ര ഗുരുതരമായ ഒരു കേസിൽ DRDOയിലെ ഉദ്യോഗസ്ഥൻ പിടിക്കപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഒരു എക്സ്റ്റൻസീവ് കവറേജ് അതിനെക്കുറിച്ച് ഉണ്ടായിട്ടേ ഇല്ല. മറ്റേതെങ്കിലും ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ദിവസങ്ങൾ നീണ്ട അന്വേഷണം ഉണ്ടാവും, അയാളുടെ നാട്ടുപ്രദേശത്ത് അന്വേഷണം ഉണ്ടാവും, പിന്നെ അയാളുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ അവരെല്ലാ അകത്ത് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു വലിയ ഭീകരവാദ ഗ്യാങ് നമ്മുടെ ഈ സേനയെ മൊത്തം പിടിമുറുക്കിയിരിക്കുകയാണ്. ഇത്തരക്കാരെ സേനയിൽ അടുപ്പിക്കാനേ പറ്റില്ല എന്ന് ചർച്ചയുണ്ടാവും. ഇവരെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് വിശ്വസിച്ച് കൊണ്ടു നടക്കുക? എങ്ങനെയാണ് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കകത്ത് ഇത്തരക്കാരെ കൊണ്ടുപോകുക? ഇവർ മുഴുവൻ ചോർത്തി അവരുടെ സഹോദര രാഷ്ട്രത്തിന് കൊടുക്കുകയാണെന്ന നരേറ്റീവ് ബിൽഡ് ചെയ്യപ്പെടും. ഇവിടെ ഒരു ഡിസ്കഷനും ഇല്ല. ഇപ്പോൾ ഈ പിടിക്കപ്പെട്ട വാർത്ത പോലും നിങ്ങൾ അന്വേഷിച്ച് പിടിച്ചാലേ കണ്ടെത്തുള്ളൂ. ഏതാ ഈ വിശാഖപട്ടണം കേസ് എന്താണെന്ന് എത്ര പേർക്കറിയാം? ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് എത്ര പേർക്കറിയാം വിശാഖപട്ടണം കേസ് എന്താണെന്ന്? നിങ്ങൾ പോയി സെർച്ച് ചെയ്താൽ ഇങ്ങനൊരു കേസ് ഉണ്ടെന്നും ആ കേസിൽ FIR ഇട്ടുണ്ടോ അതിൽ പരിശോധന നടത്തുന്നു, കുറച്ചുപേരെ പിടിച്ചു, ബാക്കി 2-3 പേരെയാണ് ഇപ്പോൾ പിടിച്ചതെന്ന് കാണാം. ഇന്ത്യയിൽ ആരും അറിഞ്ഞിട്ടില്ല. മറ്റെന്തെങ്കിലും ആരെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇന്ത്യയിലെ മുഴുവൻ പേരെയും അറിയിക്കും വിധത്തിൽ മാധ്യമങ്ങൾ ചെണ്ട കൊട്ടിയേനെ. എന്ന് മാത്രമല്ല ഗുരുതരമായ വകുപ്പുകളിട്ട് ഇവരെല്ലാം പിടിച്ചകത്തിടാനോ കണ്ണി കണ്ടവരെ ഒക്കെ പിടിക്കാനോ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ RSS ആണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് പോലും രാജ്യസ്നേഹം എന്ന് പറയുന്ന സംഗതി, ഞാൻ RSS ആണെന്ന് പറഞ്ഞ ആൾ ചിന്തിക്കണ്ടേ, എൻ്റെ രാജ്യം, എൻ്റെ രാജ്യത്തിൻ്റെ, ഞങ്ങളുടെയാണല്ലോ രാജ്യം, ഞങ്ങളാണല്ലോ രാജ്യസ്നേഹത്തിൻ്റെ മൊത്ത കുത്തുവെക്കാർ, ഞാനിതെടുത്ത് കൊടുക്കാൻ പാടില്ലല്ലോ, ആർക്ക് കൊടുത്താലും പാകിസ്ഥാന് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിക്കണ്ടേ. അപ്പോൾ അതൊന്നും ഇവരുടെ ഒരു മാറ്ററല്ല. ഈ ഞാൻ വീണ്ടും പറയാണ്, രാജ്യസ്നേഹം എന്ന് പറയുന്ന ഏർപ്പാട് എന്തിനാണ്? മറ്റവനെ ചീത്ത വിളിക്കാനാണ്. നിനക്ക് രാജ്യസ്നേഹമില്ല എന്ന് പറയാനാണ് എനിക്ക് രാജ്യസ്നേഹം ഉണ്ടെന്ന് പറഞ്ഞത്. രാജ്യസ്നേഹം എങ്ങനെ നടപ്പിലാക്കേണ്ടത്? രാജ്യസ്നേഹം നടപ്പിലാക്കേണ്ടത് രാഷ്ട്രത്തിലെ എല്ലാവരുടെയും വളർച്ചയെക്കുറിച്ച് സ്വപ്നം കാണുക, രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. അതൊന്നുമില്ല. അപ്പോൾ സ്വന്തം ആരും കാണാത്ത ഇരുട്ടിൻ്റെ മറവിൽ രാജ്യത്തിനെതിരെ എന്തും ചെയ്യാം. മറ്റേ രാജ്യസ്നേഹം ഉറക്കെ വിളിച്ചു പറയുന്നത് മറ്റേ ആൾക്കാരെ, ആഭ്യന്തര ശത്രുക്കളെ നേരിടാനാണ്. അപ്പോൾ ഇതിനെ കേസുകളെ നമ്മൾ എല്ലാ രാജ്യങ്ങളിലും ചാരക്കേസുള്ളപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് ചാരക്കേസുകൾ, രാജ്യവിരുദ്ധത, ഒറ്റുകാർ എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം റിസർവ് ചെയ്യപ്പെട്ടുള്ളതെന്നാണ് പൊതുവെ കരുതുന്നതെങ്കിൽ നമ്മൾ ഡേറ്റ മനസ്സിലാക്കണം, കേസുകളുടെ ചരിത്രം പരിശോധിക്കണം, സമീപകാലത്തെ സീരിയസ് കേസുകളെടുത്ത് പരിശോധിക്കണം, ആരാണ്, ഏതൊക്കെ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇതിനകത്തൊക്കെ പ്രധാനപ്പെട്ട ആളുകളെന്ന് മനസ്സിലാക്കാൻ ഇത്തരം കേസുകളെടുത്ത് പഠിക്കുന്നത് നന്നാവും എന്നുകൂടിയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതെ, അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. തീർച്ചയായും കൂടുതൽ ആളുകൾ പിടിയിലാകുമെന്ന് തന്നെയാണ് കരുതുന്നത്.